വിദേശത്ത് സെറ്റിലായ ഫാമിലിയുടെ ഒരേക്കർ 5 സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടാണെങ്കിൽ അവർ വില ഒന്നും ചോദിക്കണില്ല. സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി തന്നെ, അതും വളരെ കുറഞ്ഞ വില. ഇത്രയും ലാഭത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു വീട് വന്നിട്ടില്ല. ഈ വീട് തന്നെയാണ് ഇത്രയും നല്ലൊരു വീടാണ്. നിങ്ങൾ അകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. ഇവർ വെറുതെ കൊടുക്കണം. സോളാർ വരെയുണ്ട് കേട്ടോ. കാരണം ഈ വീടിന് അവർ വില ചോദിക്കുന്നില്ല എന്നുള്ളതിന്, ഈ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കണം. ഇത് 1 ഏക്കർ 5 സെൻറ്റ് സ്ഥലം, അതും വരുമാനമുള്ളത്. ഈ മരത്തിൻ്റെ എല്ലാത്തിൻ്റെ ചോട്ടിൽ സ്പ്രിങ്ക്ലർ വെച്ചേക്കണം വെള്ളം നനയ്ക്കാൻ. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പ് മുഴുവൻ നനക്കാൻ പറ്റും. നമ്മളൊന്നും ചെയ്യണ്ട. നല്ല വരുമാനമുള്ളത്. ഞാൻ എന്തേ ബാക്ക് സൈഡൊക്കെ കാണിച്ചു തരാം. അതേ കൂട്ട് നല്ല രീതിക്ക് നട്ടുണ്ടാക്കിയേക്കണ ഒരു പറമ്പാണിത്. നിങ്ങളിതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുകിടന്നാൽ മാത്രം മതി. അതും നല്ല പ്രൈം ലൊക്കേഷൻ. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. കാരണം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. വേണ്ട, ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ. അടയ്ക്കാമരത്തിന് അടയ്ക്കാമരം. അടയ്ക്കാന്ന് വെച്ചാൽ കവുങ്ങില്ലേ, കവുങ്ങ്. ദേ പുളിയൊക്കെ ഉണ്ടാക്കണുണ്ട്, ചെമ്മീപ്പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറയണ. ജാതി, തെങ്ങ്. അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഒരു പാട്ട. അതിൻ്റെ അകത്ത് എണ്ണ, അതായത് തേങ്ങ ആട്ടി വെളിച്ചെണ്ണ വെച്ചേക്കണം വെയിലത്ത്. അത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തെളിയോ ശരിക്കും, അതിനു വേണ്ടി വെച്ചേക്കണാണ്. അത് വീട്ടാവശ്യത്തിനുള്ള തേങ്ങയും നമുക്ക് വെളിച്ചെണ്ണക്കുള്ള തേങ്ങയും പിന്നെ വിൽക്കാനുള്ള തേങ്ങയും. കണ്ട ഞാൻ ഏതാണ് പറഞ്ഞാൽ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ട എല്ലാത്തിൻ്റെയും അടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പറമ്പ് നിറച്ചാണത്. ഞാൻ ലൈനായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് ഒരുപാട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇഷ്ടം പോലെ കവുങ്ങ് കണ്ട. ഇതും എല്ലാത്തിലും അടയ്ക്കുള്ള കണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞു, വരുമാനമുള്ളൊരു പറമ്പും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിനുള്ള തേങ്ങ കണ്ട, ഇഷ്ടം പോലെ തെങ്ങുമുണ്ട്. ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഈ ഒരുപാടുള്ളതിനെ പിന്നെ ഇഷ്ടം പോലെ എന്നല്ലാണ്ട് പിന്നെ എന്താ പറയണതെന്ന് ഒന്ന് കമൻ്റ് ഇട്ടേക്കട്ടെ. ഇത് കണ്ട, ഇത് എത്ര ജാതിയാണെന്ന് നോക്കി. ഇനി നമുക്ക് ഇഷ്ടം പോലെ മാറ്റി എത്രയാണെന്ന് പറയാം. കാരണം പലർക്കും പല ഇതാണ്. ഇത് വെച്ചേക്കണണ്ട, ഇത് അടുത്തതാണ്. ഈ ലൈനിങ്ങനെ ഒരേ ജാതി 2 ജാതിയുടെ ഇടക്കായിട്ട് ഇങ്ങനെ വെച്ച് പോയേക്കണാണ്. അത് പറമ്പ് കംപ്ലീറ്റ് വെള്ളം കിട്ടാൻ വേണ്ടി, ഈർപ്പം കിട്ടാനേ. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട. ഒരു അരമണിക്കൂർ ഇത് ഓൺ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പറമ്പ് നനയും. അതുപോലെ തന്നെ സോളാറുള്ള കാരണം നമുക്ക് കറണ്ട് ബില്ലും കുറവാണ്. അത് നല്ലൊരു ഏരിയയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. എന്തുകൊണ്ടും ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ്. ഞാനിതിൻ്റെ ലാസ്റ്റിൽ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. കാരണം പള്ളി കാര്യങ്ങളെല്ലാം അടുത്താണ്, നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. ഇതേ കിണർ, കിണറിൻ്റെയൊക്കെ വലിപ്പം കണ്ട, പമ്പ് ഹൗസ്, എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇതേ ഔട്ട് ഹൗസ്, ഇവിടെ തേങ്ങ കൂട്ടിയിട്ടേങ്ങനെ ഉണ്ട. എത്ര തേങ്ങയാണെന്ന് നോക്കി കണ്ട. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട്. 5 ബെഡ്റൂം, താഴത്തെ ഫ്ലോറിൽ തന്നെ 3 അറ്റാച്ച്ഡ് ബെഡ്റൂം, മുകളിൽ 2 എണ്ണം. ഞാനിപ്പോൾ ഈ വീടിന് വില ഒന്നും ചോദിക്കാത്തത് കാരണം ഞാനിതിൻ്റെ താഴത്തെ നില മാത്രം കാണിക്കണല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഈ പറമ്പ് ഇഷ്ടപ്പെട്ട് പറമ്പ് ഈ വിലക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് അവർ ചോദിക്കണ 2,75,00,000 രൂപയാണ്. ഈ ഏരിയയിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റോഡാണ്, മെയിൻ റോഡിൽ ഈ അടുത്ത് ഇതിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറം ഒരു പ്രോപ്പർട്ടി കച്ചവടം 7,00,000 രൂപ സെൻറ്റിനാണ്. ഇതാണെങ്കിൽ 1 ഏക്കർ 5 സെൻറ്റ് ഉണ്ട്. അപ്പോൾ 2,45,00,000 രൂപയാണ് ഇവർ സെൻറ്റിന് ചോദിക്കണം. അത് നിങ്ങൾ വന്ന് നേരിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം. കണ്ട, ഫ്ലോറ് കംപ്ലീറ്റ് മാർബിളായിട്ടേക്കണം. കാരണം ഈ വീടിനൊരു 14 വർഷം പഴക്കമുണ്ട്. 14 വർഷം എന്ന് വെച്ചാൽ ഒരു പഴക്കമല്ല. കാരണം ഇത് കംപ്ലീറ്റ് ചുടുകട്ടയും മണലും, അത് ആറ്റുമണൽ ഉപയോഗിച്ച് പണിതാണ്. അത് കാരണം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഈ വീട് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത്രയും പക്കാ വീടാണിത്. നമുക്കൊന്നും പറയാനില്ല. ഇത് കണ്ട,
എന്താ ഒരു സൗകര്യം നോക്കി. ഇത് ഫസ്റ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇത് ഉപയോഗിക്കാനില്ല, കാരണം ഉപയോഗിക്കാൻ ഇവിടെ ആളില്ല. ആകെ ഒരു 2 പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരും വിദേശത്തുള്ളവരാണേ. ലൈറ്റ് ഇപ്പോഴാണ് വന്നത്. കണ്ട, ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂം. ഇത് ടി വി ഏരിയ. ഇതിവിടെയാണെങ്കിൽ ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കട്ടെ. രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ട. ഇവിടെ ഒരു വാട്ടർ ഫോണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ മൂന്നാമത്തെ ബെഡ്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ കിച്ചൺ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഇതൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് ഇൻറ്റീരിയലൊക്കെ ചെയ്ത് ന്യൂ മോഡലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീട് വേറെ ലെവലാണ്. മൂന്നാമത്തെ ബെഡ്റൂം, താഴത്തെ ഫ്ലോറിൽ മാത്രം 3 ബെഡ്റൂം, അത് 3 അറ്റാച്ച്ഡ് ബെഡ്റൂം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ളൊരു വീട്. ഈ വീടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ്. അങ്കമാലി അടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. കണ്ടോ, മുകളിലോട്ട് 2 റൂമുണ്ട്. ഞാനപ്പോൾ മുകളിലത്തൊന്നും കാണിക്കണില്ല, കാരണം ഈ വീടിന് അവർ വില ഒന്നും ചോദിക്കാത്ത കാരണം അത് കണ്ടോ. ഇത്രയും ലുക്ക് വീടാണ്. വീടിൻ്റെ ഹൈറ്റ് തന്നെ ഉണ്ടോ. അതിൻ്റെ അകത്താണെങ്കിൽ കണ്ടോ, മുകളിൽ സോളാർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അതിൻ്റെ കറണ്ട് ബില്ല കാര്യങ്ങളൊന്നും നോക്കണ്ട. അത് ചുറ്റിനും മരങ്ങളൊക്കെ നിൽക്കണ കാരണം നല്ല കൂളിങ്ങാണ്. അത്രയും നല്ലൊരു വീടെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ജാതിയിൽ നിന്ന് തന്നെ ഏകദേശം വർഷം ₹1,00,000 മേളിൽ വരുമാനമുണ്ട്. അതൊക്കെ ഒരു സൈഡായിട്ട് കൂട്ടിയാൽ മതി. അല്ലാണ്ട് ഇതിൻ്റെ അകത്തൊന്നും നോക്കണ്ട. നമുക്ക് ഇത്രയും സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട്, കാരണം നമുക്ക് നാളെ ഒരിക്കലും ഡിസ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ വില കിട്ടും. അതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. കാരണം നമ്മൾ വീട് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം വീടിന് പഴകം തോറും വില കുറയും. ഇപ്പോൾ ഈ വീട് തന്നെ ഉണ്ടല്ലേ, അധികം വിലയില്ലാണ്ടാണ് കൊടുക്കുക. വില അവർ ചോദിക്കണേ ഇല്ല വീടിന്. കാരണം സ്ഥലത്തിൻ്റെ വില മാത്രമാകുന്നുള്ളൂ. ഈ 2.25 കോടി എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ വില മാത്രമാകുന്നുള്ളൂ. കാരണം ഒരു സെൻറ്റിന് 2.25 രൂപ വെച്ച് കൂട്ടിയാൽ ഈ 1 ഏക്കറിന് ഇതായി. പിന്നെയും 5 സെൻറ്റ് വെറുതെയാണ്. അപ്പോൾ ഇത് നമ്മൾ കിടക്കും തോറും ഇതിന് വില കൂടെയുള്ളൂ. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ അതേ കൂടുതൽ ലൊക്കേഷനാണ്. അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്തൊക്കെല്ലാം പരിപാടി അവിടെ ചെയ്യാൻ പറ്റും. കാരണം എയർപോർട്ട് അടുത്തായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ Airbnb കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് 5 ബെഡ്റൂമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും കുഴപ്പമില്ല. കാരണം കണ്ടോ, ഇത്രയും സ്ഥലമുള്ള കാരണം നമുക്ക് നാളെ ഒരിക്കലും നമ്മൾ ഡിസ്പോസ് ചെയ്താലും നമുക്ക് നല്ല വില തന്നെ കിട്ടും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് റിവർ ഫ്രണ്ടിൽ 1 ഏക്കർ 96 സെൻറ്റ് സ്ഥലവും കിടപ്പുണ്ട്. 2 സൈഡും റോഡ്, ബസ് റൂട്ട് ഫ്രണ്ടേജ് ഉണ്ടോ. അതിൻ്റെ വീഡിയോ ഇപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബസ് പോണ നമുക്ക് കാണിച്ചു തരാം. അവിടെ ബസ് റൂട്ടിൽ നിന്ന് നേരെ കയറണ ഈ ഫ്ലോട്ടിലോട്ടാണ്. അത് 1 ഏക്കർ 96 സെൻറ്റ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് നമ്മളെടുത്ത്.